ഈ ഇലഞ്ഞിത്തറ മേളം നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ആ മേളം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾക്ക് ഒരിക്കലും ഒന്ന് മറക്കാൻ പറ്റാത്ത ഒരു ഉഷാറ് കുറവുമില്ല. 1989 മുതൽ വരാൻ തുടങ്ങിയതാണ്. 89 കൊല്ലായി. ആ കോവിഡ് 2 കൊല്ലം മാത്രം നമ്മൾ കുറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാ കൊല്ലവും പൂരത്തിനും വേലയ്ക്കും എല്ലാ കൊല്ലവും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകളുടെ ഒരു ആവേശം ഓരോ കൊല്ലം കഴിയും തോറും ഇങ്ങനെ കൂടി വരികയാണ്. എല്ലാത്തിനും കൂടി വരികയാണ്. എല്ലാവരും ഒരു ഉഷാറ് കമ്മിയില്ല. പൂരം പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെ തൃശ്ശൂർ ജില്ലേൻ്റെ മാത്രമല്ല, പാലക്കാട് ജില്ലയുടെ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ ലോകവും നമ്മുടെ ഇന്ത്യൻ്റെ മൊത്തം പൂരമായി മാറിയിരിക്കുകയാണ്. ഒരു വേൾഡ് ക്ലാസ് മ്യൂസിക് എന്നുള്ള രീതിക്കാണ് ഇലഞ്ഞിത്തറ മേളത്തിന്റെ ഏറ്റവും വലിയ മേളം എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് അതിന്റെ ഭാഗമാകുന്നു. ഏറ്റവും വലിയ സന്തോഷം, അനുഗ്രഹം. പാർമേക്കാവ് ഇറങ്ങുമ്പോൾ തുടങ്ങുന്നതാണ് 10 മണിക്ക്, വൈകുന്നേരം 7 മണി ആവും കഴിയും. എങ്ങനെ ഇത്ര നേരം കൊട്ടയ്ക്ക് ഒരു ഉഷാറ് കമ്മിയില്ല, ഒരു ക്ഷീണമില്ല. വെള്ളം കുടിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റ ക്ഷീണമില്ല. അത് ഭഗവതിയുടെ കടാക്ഷമാണ്. അതിന് ഈ 10-200 കലാകാരന്മാരും അങ്ങനെ തന്നെയാണ്. 200 അല്ലല്ലോ, അതിന്ന് കൂടുതലുണ്ടല്ലോ. എല്ലാവർക്കും ഒരു ഇതുമില്ല. അവിടെ ഒന്ന് തിരക്കൊന്ന് ഒഴിയാൻ വേണ്ടി ഇങ്ങനെ കടന്നു എന്ന് മാത്രം. ഏറ്റവും വീക്കാണോ അതോ വീക്കാണ്. എത്ര വീക്കുകാരുണ്ട്? വീക്കുകാർ എത്ര 100 ചില്ലാനം വീക്കാരല്ലോ. 15 ഉരുട്ട് ചെണ്ട. അതിലെ കിഴക്കൂട്ട് അനിയന്മാരെ പ്രമാണി. ഇനിയിപ്പോ കാത്തിരിക്കുകയാണ് നമ്മൾ. ശ്രീധര, ഇനി കാണാൻ പോകുന്ന ഒരു പൂരം, കാണാൻ പോകുന്ന കൊട്ട അവിടെ കേട്ടു. തെക്കേ ഗോപുരത്തിന്റെ അവിടേക്ക് ഭഗവതി എത്തിയിട്ടുണ്ട്. ഇനി വന്നുകൊണ്ടിരിക്കുകയാണ്. പടിഞ്ഞാറ ഗോപുരത്തേക്ക് എത്തിയാൽ മതി. ഇപ്പൊ ഈ സ്ഥലം നിങ്ങളുടേതാണ്, നിങ്ങൾ അങ്ങ് ഏറ്റെടുക്കുക, എല്ലാവരെയും ഇവിടുത്തെ അതെ എല്ലാവരെയും ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമാണ് പൂരത്തിന് വരുന്നത്. പൂരത്തിനും വേലയ്ക്കും ഇത്രയും കൊല്ലമായി.